നിങ്ങൾ ഭക്തരാവണമെങ്കിൽ, ശരിക്കുള്ള സത്യസന്ധരായ ഭക്തരാണെങ്കിൽ 3 കാര്യങ്ങൾ ചെയ്യുക. ഒന്ന്, കൃഷ്ണൻ പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ പ്രഹ്ലാദൻ്റെ കഥയിലേക്ക് കടക്കുകയാണ്. ഈ പ്രഹ്ലാദൻ്റെ കഥയിലേക്ക് കിടക്കുമ്പോൾ ഞാൻ ആ നാമജപത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് നാരായണീയത്തിലെ ഒരു ശ്ലോകം കൂടി ഒന്ന് പറയാം. നാരായണീയത്തിൽ ഭട്ടതിരിപ്പാടും പറയും, കലിയുഗത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ യജ്ഞം തൊഴലുമല്ല, വഴിപാടുമല്ല. ഇത് രണ്ടുമല്ല നമുക്ക് കലിയുഗത്തിൽ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ചെയ്യാനുള്ളത്. ഭഗവാന്റെ അനുഗ്രഹം കലിയുഗത്തിൽ എങ്ങനെയാ ഉണ്ടാവുക? തൊഴുതുപോയാൽ കിട്ടുന്ന ഒരിക്കലും ഭഗവാൻ ആരും മഹാത്മാക്കൾ പറഞ്ഞിട്ടില്ല. ഗുരുവായൂരപ്പനെ തൊഴുതു പോകണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അയ്യപ്പനെ തൊഴുതു പോകണമെന്ന് ആരും പറഞ്ഞില്ല. അത് ആളുകൾ അന്ധമായി പോവുകയാണ്. അതിപ്പോൾ എന്തായാലും ഉണ്ടാവുമല്ലോ. ഒരു പൊട്ടൻ്റെ പിന്നാലെ ഒരു ആട് ചാടിക്കഴിഞ്ഞാൽ, പണ്ട് ക്ലാസ്സിൽ ടീച്ചർ ചോദിക്കുകയായിരുന്നു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോടെ, 10 ആടിനെ കെട്ടിയ ഒരു വേലി കൊണ്ട് കെട്ടിയ ഒരു ഗ്രൗണ്ടിൽ 10 ആട് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പം കൊച്ചു കുട്ടികളാണ്. 10 ആടിൽ നിന്ന് 2 എണ്ണം പുറത്തേക്ക് ചാടിയാൽ ബാക്കി എത്ര ഉണ്ടാവുന്നു? അപ്പം സാധാരണ ടീച്ചർ പ്രതീക്ഷിക്കുന്നത് 10 - 8 എന്നല്ലേ. കുട്ടി പറഞ്ഞു ഒന്നും ഉണ്ടാവില്ല എന്ന്. ടീച്ചർ പറഞ്ഞു, നിനക്ക് മനസ്സിലായില്ലേ ചോദ്യം? 10 ആടുണ്ട്, അതിന്ന് 2 എണ്ണം പുറത്ത് ചാടി. അപ്പൊ 10 - 2 എത്രയാ? കുട്ടി പറഞ്ഞു, ടീച്ചറെ ആടുണ്ടാവില്ല. ഒന്നുകൂടി പറഞ്ഞു, 10ന്ന് 2 പോയാൽ 0 ആണോ ഉത്തരം കിട്ടുക? ഇവൻ കുറച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ടീച്ചർക്ക് ഒരു പക്ഷേ കണക്കറിയും, പക്ഷെ ആടിൻ്റെ സ്വഭാവം അറിയില്ല എന്ന്. കാരണം ഞാൻ വരുന്നത് ആടൊക്കെ ഉള്ള നാട്ടിൽ നിന്നാണ്. അവിടെ ഒരു ആട് പുറത്ത് ചാടിയാൽ ബാക്കിയെല്ലാം ആട് ചാടും. ഇതന്നെയാണ് നമ്മുടെ അമ്പലത്തിൻ്റെ അവസ്ഥ. ഒരെണ്ണം പോയാൽ പുറകിലെല്ലാം അങ്ങനെ പൊയ്ക്കോളും. ഒരെണ്ണം പോയാൽ മതി, ബാക്കിയൊക്കെ അങ്ങനെ പൊയ്ക്കോളും. ഒരു നോക്ക് ഒന്നങ്ങോട്ട് ഒരു തള്ളു തുടങ്ങിയാൽ ബാക്കിയൊക്കെ അങ്ങോട്ട് തള്ളി പോയിക്കോളും. അതല്ലേ ആ ദേവസ്വം സ്റ്റാഫ് ഇത്ര ചീത്ത വിളിക്കുന്ന ആൾക്കാരെ? എന്തെങ്കിലും ചീത്ത വിളിക്കാത്തൊരു ദിവസം ഗുരുവായൂർ അമ്പലത്തിലുണ്ടോ? അതെന്തുകൊണ്ടാണ്? ആൾക്കാരുടെ സ്വഭാവത്തിനനുസരിച്ചുള്ളതേ കിട്ടുള്ളൂ. എന്താ, നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ പോയില്ലെങ്കിൽ അവിടെ ഇരുന്ന് നാമം ചെല്ലിയാലും മതി. ഇപ്പൊ കലിയുഗത്തിൽ ഭഗവത് പ്രീതിക്ക് വേണ്ടി എന്താ വേണ്ടത്? ഇഹകലി സമയേ എന്താ വേണ്ടത്? നാരായണീയത്തില് 92ാം ദശകത്തില് 5ാം ശ്ലോകം എടുത്തു നോക്കൂ നിങ്ങൾ. ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പന്റെ മുന്നിൽ വെച്ച് എഴുതിയതാ. ഇതൊക്കെ വായിക്കും, എന്നിട്ടും തോന്നിയത് തന്നെ ചെയ്യുള്ളൂ. കാരണം ശീലിച്ചതല്ലേ പാടുള്ളൂ. നമ്മൾ നാരായണീയൊക്കെ വായിച്ചാലും ചിലപ്പോൾ അർത്ഥം ആവാത്തതും കൊണ്ടും ആവാം. ഇത് മനസ്സിലായാലല്ലേ എന്താ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ പറയാണ്, ഈ കലിയുഗത്തിൽ എന്താണ് വേണ്ടത്? കിട്ടിയോ ശ്ലോകം? ശ്വേതശ്ചായം മുനിവരവപുഷം. 92ലാണോ? ആർക്കെങ്കിലും കിട്ടിയ ശ്ലോകം? 93ലാണോ 92ലാണോ? 92ല് 5ല് 95ൽ. ഞാൻ പറഞ്ഞ കറക്റ്റാണല്ലോ. 92 തന്നെയാണല്ലോ. എന്നെ തെറ്റിദ്ധരിപ്പിക്കല്ലേ. 92ൽ 5ാമത് കറക്റ്റല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ അതല്ലേ പറഞ്ഞിരുന്നത്? ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയല്ലേ? കറക്റ്റ്. എന്നെ തെറ്റിദ്ധരിപ്പിക്കല്ലേ. എൻ്റെ മനസ്സിൽ എവിടെയോ ഒരു മെമ്മറി കിടക്കുക. ഞാനിതൊക്കെ എപ്പോഴും വായിച്ചു നോക്കിയിട്ട് പറയുന്നതല്ല, എവിടെയോ റെഫറൻസിൽ അങ്ങനെ പറയുമ്പോൾ തലയിൽ കയറി വരുന്നതാണത്. അപ്പോൾ ഒരിക്കൽ നിങ്ങൾ തെറ്റ് പറഞ്ഞാൽ തെറ്റ് അവിടെ കിടക്കും. പിന്നെ ഞാൻ അതിനനുസരിച്ച് പറഞ്ഞു. ശ്വേതശ്ചായം മുനിവരവപുഷം പ്രീണയന്തേ തപോപി. വായിക്കൂ, നിങ്ങളതിലുണ്ടല്ലോ പുസ്തകം. ഞാൻ പറഞ്ഞതല്ല, വായിക്കൂ ഉറക്കെ. നിങ്ങളൊക്കെ നാരായണീയം വായിക്കുന്നവരല്ലേ? വായിക്കൂ. ശ്വേതശ്ചായം മുനിവരവപുഷം പ്രീണയന്തേ തപോപി സേ. വല്ലവർക്കും വല്ല പിടിയുണ്ടോ വായിക്കുന്നത് എന്താന്നുള്ളത്? വായിക്കുന്നത് വല്ല പിടിയുണ്ടോ എന്താന്നുള്ളത്? അതായത് പറയുകയാണ് അവിടെ, ശ്രദ്ധിക്കുക. ശ്വേതശ്ചായം മുനിവരവപുഷം പ്രീണയന്തേ തപോപി. ശ്വേതം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് 4 യുഗങ്ങളിൽ ആദ്യത്തെ യുഗം. അതിനെ ശ്വേതം, വെളുത്തത് എന്ന് വെച്ചാൽ സത്യയുഗം എന്നാണ്. അപ്പൊ സത്യയുഗത്തിന്റെ പേരാണ് ശ്വേതശ്ചായം.
പ്രീണയന്തേ തപോവി. അന്ന് ആളുകൾക്ക് ധ്യാനം ചെയ്താൽ തന്നെ ഭഗവാന്റെ അനുഗ്രഹം, അനുഭൂതി, ബോധ്യം വരുമായിരുന്നു. രണ്ടാമത്തെ യുഗം ഏതാണ്? ത്രേതായുഗം. അതിനെയാണ് എന്ത് പറഞ്ഞത്? അടുത്ത യുഗത്തിന് എന്താ പഠിച്ചത്? ത്രേതായാം. എന്ത് ചെയ്തു ആളുകള്? സൃക്സുവാദി. സൃക്സുവ എന്നൊക്കെ പറഞ്ഞാൽ യജ്ഞരൂപം ചെയ്താൽ, യജ്ഞം ചെയ്താൽ അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം അനുഭവിക്കാൻ സാധിക്കും. പിന്നീട് മൂന്നാമത്തെ യുഗമാണ് ദ്വാപരയുഗത്തിൽ. ഈ ദ്വാപരയുഗത്തിലാണ് സേവന്തേ തന്ത്രമാർഗം. പൂജാദികൾ വാസ്തവത്തിൽ ഈ യുഗത്തിന്റെ അല്ല എന്നാ ഭട്ടതിരിപ്പാട് പറയുന്നത്. പൂജയൊന്നും ഈ യുഗത്തിന്റെ അല്ലത്രേ. ഇതൊക്കെ ഏത് യുഗത്തിന്റെ? ദ്വാപരയുഗത്തിന്റെയാണ്. എന്നാൽ ഇഹ കലി സമയേ, ഈ കലിയുഗത്തിൻ്റെത് എന്താണ്? സേവന്തേ തന്ത്രമാർഗേ നീലം സങ്കീർത്തനാത്തി ഇഹ കലി സമയേ. നീലം സങ്കീർത്തനാത്തി. സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ നാമജപമാണ്. ഏത് യുഗത്തിൻ്റെത്? കലിയുഗത്തിന്റെ. അപ്പൊ നാമജപത്തിനാണ് ഈ യുഗത്തിന് പ്രാധാന്യം. മനസ്സിലായില്ലേ? പൂജാദികളൊക്കെ ഏതിൻ്റെ ആയിരുന്നു? ദ്വാപരയുഗത്തിന്റെ. അപ്പൊ കാലം മാറുമ്പോൾ ഉപാസനയ്ക്കും മാറ്റങ്ങൾ ഉണ്ടാവണം. അപ്പൊ നമ്മൾ ആ ദ്വാപരയുഗത്തിന്റെ തുടരുന്നു എന്ന് മാത്രം. ദ്വാപരയുഗത്തിന്റെ സംസ്കാരം. പക്ഷെ നോർത്തിൽ ഈ പ്രശ്നമില്ല. നോർത്തിൽ അവരാ നാമജപത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് അവിടുത്തെ ഹിന്ദുക്കളിൽ വളരെ ഐക്യമുണ്ട്. ഹിന്ദുക്കൾ വളരെ സ്ട്രോങ് ആണ്. അവരിൽ ആത്മഹത്യയൊന്നുള്ള പ്രശ്നങ്ങളില്ല. ജാതീയമായ ചില പ്രശ്നങ്ങളുണ്ട് എന്നല്ലാതെ. അതും അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉള്ളതൊക്കെ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിലിരിപ്പുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. എന്നാൽ ഈ കേരളത്തിലൊക്കെ എന്താ സംഭവിച്ചു വെച്ചാൽ ആളുകൾ, നല്ലൊരു ശതമാനം ഹിന്ദുക്കളും അന്ധവിശ്വാസികളാണ്. നമ്മളിപ്പോഴും അന്ധവിശ്വാസമുള്ളവർ. നിങ്ങൾ അമ്പലത്തിൽ പോയാലും അന്ധവിശ്വാസികളാണ്. എന്താണ് അന്ധവിശ്വാസം? പുറത്തൊരു ദൈവം പ്രാർത്ഥന കേട്ട് വഴിപാടിൽ തൃപ്തനായി നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുള്ള അന്ധവിശ്വാസമാണ്. അത് മാറിയെടുക്കണം നിങ്ങൾ. കാരണം അങ്ങനെ പുറത്തൊരു ദൈവവും ഇല്ല നമുക്ക്. അത് വളരെ വ്യക്തമായി നിങ്ങളുടെ കാരണം ജീവാത്മാവ് പരമാത്മാവാവണമെങ്കിൽ പുറത്തേക്കല്ലല്ലോ പോകാനുള്ളത്. ജീവാത്മാവിന് പരമാത്മാവാൻ സാധിക്കുന്നത് എവിടെ തന്നെയാണ്? അത് നമ്മൾ അതാണ് ഈ സത്സംഗം പഠിക്കുമ്പോഴാണ്, കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഒരു ഫൈനൈറ്റ് എന്ന് പറയുന്നത് നോക്കിപ്പോ, ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ പരിമിതികളുള്ള ഒരു ആള്. ആ ഫൈനൈറ്റ് നിൽക്കുന്നതന്നെ ഒരു ഇൻഫിനിറ്റിലേ നിൽക്കുള്ളൂ. ഈ മുറിയുടെ അകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു എക്സാമ്പിളാണ്. ഈ മുറിയുടെ അകത്തുള്ള ഒരു ആകാശം എന്ന് പറഞ്ഞ സ്പേസ്, അത് പുറത്തുള്ള ഒരു ആകാശത്തിന്റെ ഒരു ഭാഗമല്ലാതെ എങ്ങനെ നിൽക്കുക? അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള വായു, അന്തരീക്ഷത്തിലുള്ള വായുവിന്റെ അതിന് വേർപെട്ട് നിൽക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് വൺ. ഉള്ളിലുള്ള ചൂട് അന്തരീക്ഷത്തിന്റെ ചൂടിന്റെ ഒരു ഭാഗമാണെങ്കിൽ നമ്മുടെ ബോധം അനന്തബോധത്തിന്റെ അപ്പൊ അതെങ്ങനെ പുറത്താവുക? അപ്പൊ ആ അനന്തബോധമാണ് ഈശ്വരനെങ്കിൽ എവിടെയാണോ ജീവാത്മാവുള്ളത് അവിടെ തന്നെയാണ് ആ പരമാത്മാവും ഉള്ളത്. അപ്പം അതുകൊണ്ട് അതിന് വേണ്ടതാണ് നാമ സങ്കീർത്തന സംസ്കാരങ്ങൾ വേണ്ടത്. അപ്പൊ നമുക്കിത് കഴിഞ്ഞ് പ്രഹ്ലാദ ചരിതത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ പ്രഹ്ലാദന്റെ കഥ ഇന്നലെ കണ്ടു. ഹിരണ്യകശിപുവിനെ വധിച്ചു ഭഗവാൻ പ്രഹ്ലാദനെ അനുഗ്രഹിക്കുന്നത്. അപ്പൊ പ്രഹ്ലാദന്റെ സ്തുതിയുണ്ട്, അത് ഗംഭീരമാണത്. ആ സ്തുതി ഒന്ന് നോക്കണം. അപ്പൊ നമുക്ക് കുറച്ചുകൂടിയും എന്താണ് ആത്മീയത എന്ന് മനസ്സിലാക്കാൻ പ്രഹ്ലാദ സ്തുതി ഇതൊക്കെ നിങ്ങൾ ക്രമേണൊക്കെ ഒന്ന് വായിക്കണം. സംസ്കൃതം ആയതുകൊണ്ട് ഇതൊരു ബുദ്ധിമുട്ടായി കണക്കാക്കരുത്. കുട്ടികളെയൊക്കെ ഇതിലേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുവരാൻ അതിനെന്തെങ്കിലും ഒരു ശ്രമം നമ്മളെല്ലാവരും ചെയ്താൽ സാധിക്കും. ആദ്യം നിങ്ങൾ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കുക, എന്താണ് പ്രഹ്ലാദൻ പറയുന്നത് എന്ന്. ഇവിടെ പ്രഹ്ലാദ സ്തുതി വരുന്നത് ഭാഗവതത്തിലെ 9-ാം അധ്യായത്തിലാണ്. 7-ാം സ്കന്ധത്തിൽ 9-ാം അധ്യായം. എല്ലാവരും ഒന്ന് പ്രഹ്ലാദ സ്തുതി എടുക്കുക. ബ്രഹ്മാദയസുരഗണാമുനയോദ സിദ്ധാം സത്വൈകദാനമദയോ വജസംപ്രവാഹൈ നാരാദിതും പുരുഗുണേ അധുനാപി വിപ്രോ
കിം തോഷ്ടുമർഹതി സമേ ഹരിരുക്രജാതേ മന്യേതനാഭിജനരൂപതപശ്രുജൗജാം തേജപ്രഭാവഫലപൗരുഷബുദ്ധിയോഗാം നാരാധനായ ഹി ഭവന്തി പരസ്യ പുംസോ ഭക്ത്യാ തു ദോഷ ഭഗവൻ ഗജയൂതപായ വിപ്രാദിഷദ്ഗുണായുധരവിന്ദനാഭ പാദാരവിന്ദ വിമുഖൽശവജം വരിഷ്ഠം മന്യേ തദർപ്പിതമനോവചനേ ഹിതാർത്ഥ പ്രാണം പുനാതിസകുലം നതു ഭൂരിമാനം നൈവാത്മന പ്രപുരയം നിചലാപപൂർണോ മാനം ജനാദ വിദുഷക്കരുണോ വൃണീതേ യദ്യജ്ജനോ ഭഗവതേ വിദതീതമാനം തച്ചാത്മനേ പ്രതിമുഖസ്യ യഥാ മുഖശ്രീ തസ്മാതഹം വിഗത വിക്ലവ ഉദ്ധരി ഈശ്വരസ്യ സർവാത്മനോ മൈ ഗൃണാമി യഥാ മനീഷം നീജോജയാ ഗുണവിസർഗന അനുപ്രവിഷ്ട പൂയേതയേന ഹി പുമാൻ അനുവർണിതേന തുടങ്ങിയ വരികളുണ്ട്. ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്നതാണ്. ഇവിടെ പ്രഹ്ലാദൻ ചോദിക്കുകയാണ്, ഭഗവാൻ ഉഗ്രരൂപമെടുത്ത് ഹിരണ്യകശിപുവിനെ വധിച്ച് ഭഗവാന്റെ ഘോരമായ ഉഗ്രമായ ഭയാനകമായ ആ രൂപത്തിൻ്റെ ക്രോധം ശമിപ്പിക്കാൻ ദേവന്മാർക്കൊന്നും സാധിച്ചില്ല. പക്ഷെ പ്രഹ്ലാദൻ ചെന്നപ്പോൾ പ്രഹ്ലാദൻ ഭഗവാന്റെ മുന്നിൽ കൈകൂപ്പി സ്തുതിച്ചപ്പോൾ ഭഗവാൻ വളരെ പെട്ടെന്ന് കെട്ടടങ്ങി. അപ്പം ഭഗവാനുമായി പ്രഹ്ലാദന് കണക്ഷൻ വന്നു. ആർക്ക് വന്നില്ല? ബ്രഹ്മാദി ദേവന്മാർക്കൊന്നും കണക്ഷൻ വന്നില്ല. അത് എന്താണ് കാരണം? കാരണം പ്രഹ്ലാദൻ പറയാണ്, ഭക്ത്യാതുദോഷ ഭഗവൻ. ഭഗവാനുമായി കണക്ഷൻ ഉണ്ടാവാൻ എന്ത് വേണം? ഭക്തി വേണമെന്ന്. എന്താണ് ഈ ഭക്തി എന്നത് സത്യത്തിൽ ഹിന്ദുക്കൾക്കറിയില്ല. അമ്പലത്തിൽ പോകുന്നതാണ് ഭക്തി എന്നാണ് നമ്മൾ പഠിച്ചത്. അമ്പലവുമായിട്ട് ഭക്തിക്ക് യാതൊരു ബന്ധമില്ല. അമ്പലവുമായിട്ട് ബന്ധമില്ലാത്ത ഒന്നാണ് ഭക്തി. ഭക്തി എന്നത് ഒരു സ്ഥലത്തുണ്ടാക്കുന്നതല്ല. ഭക്തി എന്ന വാക്കിന്റെ അർത്ഥം ആദ്യം പഠിക്കണം. എന്താണ് ഭക്തി? നിങ്ങൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? ഭക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തെ വിശ്വസിക്കുക. നിങ്ങൾക്കൊക്കെ ദൈവവിശ്വാസമുണ്ടോ? എത്ര പേർക്ക് ദൈവവിശ്വാസമുണ്ട്? നിങ്ങളാണ് കഴുതകൾ. കാരണം ദൈവത്തെ വിശ്വസിക്കുന്നതിൻ്റെ കഴുതകളാണ്. സത്യത്തിൽ നോക്കൂ, ഈ വാക്കുകളൊക്കെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. കാരണം ഇതൊന്നും നിങ്ങൾക്ക് സത്സംഗ പരിചയമില്ലാത്തതുകൊണ്ട് ഉറപ്പിച്ചു പോയതാണ്. വിശ്വാസം എന്ന് വാക്ക് പറയുന്നതൊക്കെ വളരെ താഴ്ന്ന വാക്കുകളാണ്. നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പറയാറുണ്ടോ, ഇതെൻ്റെ അച്ഛനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു? പറയാറുണ്ടോ? നിങ്ങളുടെ മക്കളെ കുറിച്ച് പറയേണ്ടത് ഞങ്ങളുടെ മക്കളാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു പറയാറുണ്ടോ? നിങ്ങൾ പറയാറുണ്ടോ? അതെന്തേ പറയാത്തത്? നിങ്ങളുടെ മക്കളാണ്, നിങ്ങൾ ഭർത്താവിനെ കുറിച്ച് പറയാറുണ്ട് നാട്ടുകാരോട്, ഇതെന്റെ ഭർത്താവാണെന്ന് ഞാൻ വിശ്വസിക്കണമെന്ന്? ആ ഭർത്താവ് കൈവയ്ക്കും നിങ്ങളെ. കാരണം എന്താ വിശ്വാസം എന്ന് പറയാത്തത്? എന്താ വിശ്വാസം എന്ന് പറയാത്തത്? ഭർത്താവിന് വിശ്വാസമല്ലേ നിങ്ങൾക്ക്? ഇത് ഭർത്താവാണെന്നുള്ള വിശ്വാസമല്ലേ നിങ്ങൾക്ക്? എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങളെ ആ വാക്ക് ഉപയോഗിക്കുമോ നമ്മള്? എന്താ ഉപയോഗിക്കാത്തത്? കാരണം ഭർത്താവാണെന്ന് ഞാൻ വിശ്വസിക്കണോ പറഞ്ഞാൽ നാട്ടുകാരെന്താ വിചാരിക്കുക? ഇത് നിങ്ങളുടെ ഒറിജിനൽ ഭർത്താവല്ല, ഒറിജിനൽ ഭർത്താവ് വേറെയാണ്. കാരണം അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കും. ആണോ? ഇപ്പൊ വിശ്വാസം നല്ല വാക്കാണോ? അത് ഉറപ്പില്ലാത്തൊരു വാക്കാണ്. ഹിന്ദുമതം പഠിപ്പിക്കുന്നത് വിശ്വസിക്കാനല്ല. അത് നിങ്ങളെന്താ സത്സംഗം കേട്ടില്ല? സത്സംഗങ്ങളിൽ നിരന്തരം പങ്കെടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈശ്വരനെ വിശ്വസിക്കല്ല വേണ്ടത്, ഈശ്വരനിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരും, ബോധ്യം വരും. ബോധം വരുത്താനാ പറഞ്ഞത്, വിശ്വാസം വരുത്താനല്ല പറഞ്ഞത്. എനിക്ക് ബോധമുണ്ട്, എനിക്ക് ഈശ്വരനിൽ ഞാൻ വിശ്വസിക്കല്ല, ഈശ്വരനിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് അത് സത്സംഗത്തിലൊക്കെ പോയാലേ മനസ്സിലാവും. അതൊന്നും പോവില്ല. ഈ തൊഴുതുപോലെ തന്നെ കഴുത ഭക്തിയാണ്. കഴുതകളുടെ സ്വഭാവം പരിശീലിച്ച പിന്നെ ഇങ്ങനെയാണ്. ഒരു കഴുതയുടെ പിന്നാലെ
വേറൊരു കഴുത പോകുന്ന പോലെ അങ്ങനെ പിൻപേ ഗമിച്ചിട്ട് പിൻപേ ഗമിക്കുന്ന ഊക്കള്. ആ ഭക്തിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പൊ ശരിക്കും ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇതൊക്കെ നമ്മൾ പഠിക്കണമെങ്കിൽ അല്പം ഒരു ശാസ്ത്രമല്ലാതെ വഴിയില്ല. കാരണം നിങ്ങളിത് പഠിച്ചിട്ടില്ല. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഭക്തി എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോയ ആ ഭക്തിയാണ്. ഭയങ്കര ഭക്തനാണ് മകൻ. അമ്പലത്തിൽ പോയി വായിൽ പൊളിച്ച് നോക്കുന്നതിനെ എന്ത് ഭക്തിയാണത്? അവിടെ പോയി തൊഴുതു പോകുന്നത് എങ്ങനെ ഭക്തിയാവുക? അമ്പലവും ഭക്തിയും തമ്മിൽ ഒരു ബന്ധുവില്ല. ഉള്ള തുറന്നു പറയാലോ നിങ്ങളോട്. അമ്പലവും ഭക്തിയും തമ്മിൽ ഒരു ബന്ധമില്ല. ഭക്തി എന്ന് പറയാം. കാരണം ഞാൻ പറയാൻ കാരണം നിങ്ങൾക്കത് ചിലർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അമ്പലം വന്നിട്ട് 2000 വർഷമായിട്ടുള്ളൂ. ഹിന്ദുമതം രാമന്റെ കാലത്ത് ഒറ്റ അമ്പലം ഉണ്ടായിരുന്നില്ല ഭാരതത്തില്. അറിയോ നിങ്ങക്ക്? ശ്രീരാമസ്വാമിയുടെ കാലഘട്ടത്തിൽ ഭാരതത്തിൽ അമ്പലങ്ങളില്ല. അപ്പൊ അന്ന് ഭക്തിയുണ്ടോ? അന്ന് ഭക്തിയില്ല. അന്നുണ്ട് ഭക്തി. അപ്പൊ അമ്പലം വേണോ ഭക്തിക്ക്? കൂടെ വരുമോ നിങ്ങള്? ഇനി രാമന്റെയും മുന്നിൽ കാലഘട്ടമുണ്ട്. രാമന്റെ മുന്നിലും കാലഘട്ടമുണ്ട്. അന്ന് യാഗങ്ങൾ പോലും ഇല്ലാത്ത കാലം ഉണ്ടായിരുന്നു. അതല്ലേ സത്യയുഗത്തിൽ ആളുകൾ ധ്യാനിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞത്. അന്ന് യാഗങ്ങൾ പോലും ചെയ്തിട്ടില്ല. അപ്പൊ ആ കാലഘട്ടത്തിലും എന്തുണ്ട്? ഭക്തിയുണ്ട്. അപ്പൊ ഭക്തി എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് പോയി കിട്ടുന്നതല്ല. ഏത് ഭക്തി? നമ്മളിപ്പോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് കുട്ടികളെ. അമ്പലത്തിൽ പോയാലേ ഭക്തി ഉണ്ടാണോ? അമ്പലത്തിൽ പോയാലല്ല ഭക്തി. അപ്പൊ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് ഗീതയിലെ 10ാം അധ്യായത്തിലെ 10ാം ശ്ലോകം നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഭക്തി എന്താണെന്ന് കൃഷ്ണൻ പറഞ്ഞു തരികയാണ്. അതിന് ഗീത പഠിക്കണം, കിതാബ് എടുക്കണം, പഠിക്കണം, പുസ്തകം എടുക്കണം. നമ്മൾ എങ്ങനെങ്കിലും കുട്ടികളെ ഗീതാ പുസ്തകത്തിലേക്കൊക്കെ കൊണ്ടുവരണം. അപ്പോ എന്താണ് ഗീതയിൽ 10ാം അധ്യായത്തിൽ പറയുന്നത്? 10ാം ശ്ലോകത്തില് ഭക്തി എന്താണെന്ന് പഠിപ്പിക്കുകയാണ്. പറയുന്നു എന്താണ് ഭക്തി? തേഷാം, എല്ലാവരും ഒന്ന് ചൊല്ലണേ, തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തി തേ. എനിക്കിവിടെ ഇരിക്കുന്ന അമ്മമാരോട് പറയാനുള്ളത്, നിങ്ങൾ കൃഷ്ണനോട് അല്പം സ്നേഹം ഉണ്ടെങ്കിൽ 2 കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുക. 1 വിഷ്ണു സഹസ്രനാമവും, 2 ഗീതയിലെ ഒരധ്യായമെങ്കിലും. ശരിക്കും നിങ്ങൾ കൃഷ്ണനെ സ്നേഹിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പൊട്ടന്മാരെ പോലെ തൊഴുതു പോകുന്നവരൊന്നും ഭക്തരല്ലേ. സത്യസന്ധമായി ഹൃദയത്തിൽ തട്ടി പറയുകയാണ്, തൊഴുതു പോകുന്നവരൊന്നും ഭക്തരല്ല. അവരൊക്കെ കൃഷ്ണൻ പറഞ്ഞതുപോലെ കഴുതകളാണ്. നിങ്ങൾ ഭക്തരാവണമെങ്കിൽ, ശരിക്കുള്ള സത്യസന്ധരായ ഭക്തരാണെങ്കിൽ 3 കാര്യങ്ങൾ ചെയ്യുക. 1, കൃഷ്ണൻ പറഞ്ഞതുപോലെ തേഷാം സതതയുക്താനാം പ്രീതിപൂർവകം ഭജത. ഇതാണ് ഭക്തി. എന്താണ് ഭക്തി? പ്രീതിപൂർവകം ഭജതാം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രീതിയോടെ ഭജിക്കുക പറഞ്ഞാൽ പ്രീതി അടുത്തിരുത്തി ഭജിക്കുക എന്നാണോ? പ്രീതിയോടുകൂടി ഒരു കാര്യം ചെയ്യുക പറഞ്ഞാൽ എന്താണ്? മനസ്സ് ഒരു കാര്യത്തിൽ മുഴുകിക്കൊണ്ട്, ലയിച്ചുകൊണ്ട്, ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾ നാമം ചൊല്ലുമ്പോൾ ആ മനസ്സിന്റെ ലയത്തിന്റെ പേരാണ് ഭക്തി. ചടങ്ങിന്റെ പേരല്ല, പൂജയുടെ പേരല്ല, ഒന്നുമല്ല. പൂജയല്ല ഭക്തി, പൂജയേ അല്ല ഭക്തി. അതുകൊണ്ട് ഇവിടെ തന്നെ നോക്കാം നമുക്ക്. പ്രഹ്ലാദ സ്തുതി എടുത്തു നോക്കുക നിങ്ങൾ. 3ാം ശ്ലോകം, 10ാം ശ്ലോകം പ്രഹ്ലാദ സ്തുതി പറയുന്നു. വിപ്രാത്, കണ്ടോ? പ്രഹ്ലാദ സ്തുതി ഭാഗവതം. വിപ്രാത്, ആ ശ്ലോകമൊക്കെ എടുത്തു നോക്കണം നിങ്ങൾ. വിപ്രാത്, വിപ്ര എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ. ഒരാൾ ബ്രാഹ്മണനാണ്, എന്നാൽ പൂജ ചെയ്യുന്ന ആരാണ്, പൂജകനാണ്. ദിഷദ്ഗുണാത് അരവിന്ദനാപപാദാരവിന്ദ വിമുഖം. ഒരു വിപ്രന് ചടങ്ങുകളൊക്കെ അറിയാം, പൂജാ ചടങ്ങുകളൊക്കെ അയാൾക്കറിയാം. പക്ഷേ മനസ്സ് വേറെ ഏതോ വിചാരങ്ങളിലാണ്. മനസ്സിൽ ആ പ്രീതിയില്ല. ചടങ്ങ് ചെയ്യുന്നുണ്ട്, പൂജ ചെയ്യുന്നുണ്ട്, പക്ഷെ മനസ്സിൽ പ്രീതിയില്ല. എന്നാൽ വേറൊരു ഭാഗത്താണെങ്കിൽ ശോഭജൻ. ശോഭജൻ എന്ന് പറഞ്ഞാൽ ചണ്ടാളൻ.
ശോ എന്ന് പറഞ്ഞ ചത്തതിനെയൊക്കെ കഴിക്കുന്നവൻ ചണ്ടാളൻ. ഈ ചണ്ടാളൻ പൂജയൊന്നും അറിയില്ല, പക്ഷെ ഭജിക്കാനിരുന്നാൽ അങ്ങോട്ടതിൽ ലയിച്ചിരിക്കും. ഇതിൽ ആർക്കാണ് ഭക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാ ഭക്തി എന്നറിയോ? ചണ്ടാളനാണ്, പൂജകനല്ല എന്ന് പറയുന്നത്. അപ്പൊ ഭക്തി എന്ന് പറഞ്ഞാൽ പൂജയാണോ? ഭക്തി എന്ന് പറഞ്ഞാൽ പൂജയാണോ? ഭക്തി എന്ന് പറഞ്ഞാൽ അമ്പലത്തിലാണോ? ഭക്തി എന്ന് പറയുന്നത് പ്രീതിപൂർവകം അത് വീട്ടിലിരുന്നും ജപിക്കാം. ഭഗവാൻ പറയുന്നു സർവേഷു കാലേഷു, എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിരുന്ന് ഭജിക്കാം. അപ്പൊ ഭക്തി എന്ന് പറയുന്നത് ഒരു സ്ഥലവുമായിട്ടോ ഒരു ചടങ്ങുമായിട്ടോ ബന്ധപ്പെട്ടതല്ല. മനസ്സിലാവുണ്ടോ? പിന്നെ ഒരു ഏകാഗ്രതയൊക്കെ വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു പൂജാമുറിയൊക്കെ വെച്ചിരിക്കുന്നത്. പക്ഷെ പൂജാമുറിയിൽ ഇരുന്നാലേ ഭക്തി ഉണ്ടാവും വിചാരിക്കരുത് നിങ്ങൾ. അടുക്കളയിലിരുന്നാലും നിങ്ങൾക്ക് ഇനിയിപ്പോൾ ആശുപത്രി കടന്നു വെച്ചാൽ അവിടെ കടന്നാലും ശരശയിൽ കടന്ന വിഷ്ണു സഹസ്രനാമത്തിലെ ഭീഷ്മരെയാണ് ഭഗവാൻ ഏറെ ആദരിച്ചിട്ടുള്ളത്. മനസ്സിലാവുണ്ടല്ലോ? ഭഗവാൻ കൃഷ്ണൻ തന്നെ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് പിതാമഹം വീക്ഷ്യാന്നാണ്, പിതാമഹനെയാണ് ഓർത്തത്. മനസ്സിലാവുണ്ടല്ലോ? അതാണ് ഭഗവാന്റെ ചരിത്രം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഭക്തി എന്ന് പറയുന്നത് പ്രീതിപൂർവകം ഭജിക്കുക. ഒന്ന് പറയൂ. പ്രീതിപൂർവകം ഭജിക്കുന്നതിന്റെ പേരാണ് ഭക്തി. ക്ലിയർ ആണോ? മനസ്സിലാവുണ്ടല്ലോ? അപ്പം പ്രീതി പെട്ടെന്ന് വരില്ല. പ്രീതി എന്ന് പറഞ്ഞാൽ പെൺകുട്ടി വരും, മനസ്സിൽ പ്രീതി ഉണ്ടാവില്ല. കാരണം മനസ്സിൽ പ്രീതി ഉള്ള വിഷയങ്ങളൊക്കെ തോണ്ടി തോണ്ടി ശീലിച്ച ഒരാളുടെ പ്രീതി ഏതിലുണ്ടാവുക? പ്രീതി ഏതിലുണ്ടാവുക? ഓരോ വിഷയങ്ങളിലായിരിക്കും. അപ്പൊ പലതിലും മനസ്സ് പോകുമ്പോൾ ഈ നാമജപത്തിൽ പ്രീതി വരൽ അത്ര പലപ്പോൾ അതിനെന്ത് വേണം? കുറേ കാലത്തെ പരിശീലനം വന്ന് പിന്നെ ഇതിലൊരു രുചി വരും. അപ്പം അമ്മമാർ ഇതാണ് ചെയ്യേണ്ട. കുട്ടികളെ കൊണ്ട് നാമം ചൊല്ലിച്ച് ഇതിലൊരു രുചി വരുത്തിയാൽ അപ്പം അവർക്ക് എന്തു വന്നു? ഭക്തി വന്നു. ഭക്തിയുള്ള ഒരാൾക്ക് ഭഗവാൻ പറയുന്നു ശക്തിയുണ്ട്. ബുദ്ധിയോഗം ദദാൻ. ബുദ്ധി എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ്, ഒരാൾക്ക് ഒരു കാര്യത്തെ നേരിടാനുള്ള ബുദ്ധി, ശക്തി. അപ്പൊ ഏത് കാര്യങ്ങളും തീരുമാനിക്കാനും ഉത്തരം കണ്ടെത്താനൊക്കെ ഉള്ളൊരു ഉറക്കെ പറയൂ, നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. രാവിലെ വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ഇതൊക്കെ ഒരു സംസ്കാരം നമ്മുടെ കുട്ടികളിലേക്ക് ഇനി കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ വലിയ ഒരു കഷ്ടം കുട്ടികളെ ചെയ്യിക്കും. അത് ഒരുപക്ഷെ തുടക്കത്തിലൊരു പണിഷ്മെന്റ് ആയിരിക്കാം, പക്ഷെ ക്രമേണ അവർക്കതിൻ്റെ മഹത്വം ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് മനസ്സിലാവും. അതാണ് ശങ്കരാചാര്യസ്വാമികൾ നമ്മൾ ഓർമ്മിപ്പിച്ചത്. ഒരമ്മയുടെ ജോലി എന്താണ്? മുതിർന്നവരുടെ ജോലി എന്താണ്? ഗേയം ഗീത നാമസഹസ്രം. ആചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്നതാണ്. അമ്മമാര് കുട്ടികളെ തൊഴിപ്പിക്കണം എന്നല്ല പഠിപ്പിച്ചത്. ഗേയം എന്ന് പറഞ്ഞാൽ ഗായതി, അവരെ ചൊല്ലാൻ പഠിപ്പിക്കണം. എന്ത്? ഗീത എന്ന് പറഞ്ഞാൽ, ഗീത എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? ഭഗവത്ഗീത അമ്മമാര് കുട്ടികളെ പഠിപ്പിക്കണം. പിന്നെ നാമസഹസ്രം എന്ത് പഠിപ്പിക്കണം? ഈ പറഞ്ഞ ഈ മഹാവാക്യം ആചാര്യ സ്വാമികൾ പറഞ്ഞത് അനുസരിക്കുന്ന എത്ര അമ്മമാരുണ്ട്? ഒന്ന് കൈപൊക്കും. സത്യമുള്ളവർ എത്ര പേരുണ്ട്? ഇത് പഠിപ്പിക്കലാണ് ഒരമ്മ ചെയ്യേണ്ടത്. ഗേയം ഗീത നാമസഹസ്രം ദേയം ശ്രീപതിരൂപമജസ്രം നേയം സജ്ജനസംഗേ ചിത്തം ദേയം ദീനജനായ ച വിത്തം. ഇതാണ് ഗുരുക്കന്മാര് പറഞ്ഞിരിക്കുന്നത്. ആചാര്യസ്വാമികൾ പറഞ്ഞ അത് തന്നെയാണ് പൂന്താനവും പറയുന്നത്, അല്ലേ? ഗുരുനാഥൻ തൂണ ചെയ്ക സന്തതം. ഇതൊക്കെ പാടും. മക്കളെ വല്ല തിരുനാമം പഠിപ്പിക്കണ്ടോ? തൊഴുതു പോവുക, വഴിപാട് ചെയ്യുക, തൊഴുതു പോവുക, വഴിപാട് ചെയ്യുക. ആ കുട്ടികളെ മുഴുവൻ വഴിതെറ്റിച്ചു. നിങ്ങൾ മഹാദ്രോഹം ചെയ്യരുത്. ഗുരുക്കന്മാർ പറഞ്ഞ വഴിക്ക് പോകണം. നാമം ജപിപ്പിച്ച് പരിശീലിപ്പിക്കണം. എന്നതിൻ്റെ ഒരു തുടക്കമാവട്ടെ നമുക്ക് ഇവിടെ വിഷ്ണു സഹസ്രനാമ
ജപത്തോടു കൂടിയിട്ട് നമ്മൾ കുട്ടികളെ ഒരു പുതിയ യുഗത്തിലേക്ക് കൊണ്ടുവരികയാണ്. അത് ഇവിടെ ഇന്ന് ആരംഭിച്ചാൽ അതിൻ്റെ ഒരു തുടർച്ച നമുക്ക് വരും വർഷങ്ങളിൽ ചെയ്യണം. ക്രമേണ തൊഴുതു പോകുന്നതല്ല ഭക്തി, അമ്മമാരെ കുട്ടികൾക്ക് വഴിപാട് ചെയ്യുന്നതല്ല ഭക്തി, ഈശ്വരാനുഗ്രഹം. ഇത് നമ്മൾ മാറ്റിയെടുക്കണം. കുട്ടികളെ കൊണ്ട് ഉറക്കെ പറയൂ, നാമം ജപിപ്പിക്കുക, ഗീത പഠിക്കുക, അതൊക്കെ ഉൾക്കൊണ്ട് കുട്ടികളെ കഴിവുള്ളവരാക്കി, പ്രാപ്തിയുള്ളവരാക്കി നമ്മൾ മാറ്റണം. നമുക്ക് കുട്ടികളുടെ സെഷൻ വരുമ്പോൾ കൂടുതൽ കാണാം. ആ സമയത്ത് എന്തിനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്? വാസ്തവത്തിൽ ഒരു വലിയ സാധ്യത നമ്മൾ നഷ്ടപ്പെടുത്തി. ഞാൻ പറഞ്ഞില്ലേ, നമ്മളാകെ താളം തെറ്റിപ്പോയി. അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷെ അമ്മമാരൊക്കെ ഒന്നടങ്കം പരിശ്രമിച്ചാൽ ഗീതയിലേക്കും നാമജപത്തിലേക്കും നമുക്ക് കുട്ടികളെ കൊണ്ടുവരാം.